സുറിയാനി ക്രൈസ്തവർ വലിയ നോമ്പിന്റെ 41-ാം ദിവസം തയ്യാറാക്കുന്ന പലഹാരമാണ് കൊഴുക്കട്ട. കർത്താവ് 40 രാപ്പകലുകൾ നോമ്പ് നോറ്റതിനെ അനുസ്മരിച്ച് ആദ്യ 40 ദിനങ്ങൾ പിന്നിടുമ്പോൾ വിശ്വാസികൾ ഈ മധുര പലഹാരം തയ്യാറാക്കുന്നു. എന്നാൽ നോമ്പ് അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ദിനങ്ങൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ തീക്ഷ്ണത ഒട്ടും കുറയ്ക്കാതെ പ്രതീകാത്മകമായി നോമ്പ് മുറിക്കുന്നതിനാണ് കൊഴുക്കട്ട ഉപയോഗിക്കുന്നത്. തേങ്ങയും ശർക്കരയും ചേർത്ത മിശ്രിതം ഈ മധുരത്തിന് മാറ്റുകൂട്ടുന്നു. കൊഴു എന്നാൽ മഴു എന്നാണ് അർത്ഥം. 140-ാം സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നത് പോലെ ഭൂമിയെ പിളർക്കുന്ന മഴുവിനെ പോലെ നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിന് കൊഴുക്കട്ട എന്ന പേര് ലഭിച്ചത്. ലാസറിന്റെ ശനി എന്നും ഈ ദിവസം അറിയപ്പെടുന്നുണ്ട്. ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ഈശോ താൻ ഉയർപ്പിച്ച ബദാനിയയിലെ ലാസറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാരായ മർത്തായും മറിയവും തിടുക്കത്തിൽ മാവ് കുഴച്ച് ഈശോയ്ക്ക് തയ്യാറാക്കി നൽകിയ ഭക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായി കൂടിയാണ് പുരാതന കാലം മുതലേ കേരളത്തിലെ നസ്രാണികൾ ഓശാന ഞായറിന്റെ തലേ ദിവസം കൊഴുക്കട്ട തയ്യാറാക്കിയിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ ഈ ഓശാനയായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും വിളിച്ചരികത്ത് നിർത്തിയിട്ടാണ് പൊടി ചൂടാക്കി. പണ്ടൊക്കെ അരി പൊടിച്ച് വറുത്ത് എടുത്ത് അമ്മ ചെയ്യത് എല്ലാ സാധനവും അരച്ചൊക്കെ ചേർത്ത് അമ്മ നന്നായിട്ട് വിളയിച്ചൊക്കെ തരും. അപ്പം ഞങ്ങൾക്ക് ഇത് തൊണ്ടി തിന്നാനൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ അമ്മ പറയും, തൊട്ട് നോക്കണ്ട, അടുത്ത് നിന്ന് കണ്ടുപഠിക്കണം. അങ്ങനെ കണ്ടുപഠിച്ച് പിന്നെ അമ്മ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നും ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു. അങ്ങനെ ചെയ്ത് പഠിച്ച് അമ്മയുടെ പാത പിന്തുടർന്ന് ഇപ്പോൾ ആ പലഹാരം നന്നായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങളും പഠിച്ചു.